ഹായ് മക്കളെ, ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ 2 കിലോ ഇറച്ചി വാങ്ങി കഴുകി റെഡിയാക്കി വലിയ 2 ഉരുളക്കിഴങ്ങും 2 പച്ചമുളകും ഒക്കെ മുറിച്ചിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുങ്ങനെ തക്കാളി പച്ച വെക്കാനട്ടോ, വാട്ടി വെക്കാനൊന്നുമല്ല. വാട്ടി വെക്കലാണ് എപ്പോഴും, ചില നേരം ഇങ്ങനെ വെക്കും. അപ്പോൾ ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം, എന്നാലും തക്കാളി നമ്മൾ ഇറച്ചി പോകുമ്പോൾ ഇത് വെന്തിട്ടു. ഇപ്പോഴത്തെ തക്കാളി ഇട്ടാൽ മറ്റേ പീടിയെന്ന് വാങ്ങുന്ന തക്കാളി എത്ര വെന്താലും പോകൂല, അത് ഇരുമ്പ് പോലെ അവിടെ കിടക്കും. നമ്മളൊക്കെ ചെറുതാകുമ്പോൾ തക്കാളി ഇട്ട തക്കാളി വെന്ത അരിഞ്ഞു പോകും. ഇത് തക്കാളി വേവൂല, വേകാത്ത പൂള വീണ മാതിരിയാണ്. ചിലപ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. പിന്നെ ആട്ടിയിട്ടില്ല വെച്ചാൽ കറിക്ക് വേറെ ടേസ്റ്റാണ്, കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കട്ടെ. സുഖം സമാനം സന്തോഷമെല്ലാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ലോകം പരിലോകമുള്ള നന്നാക്കട്ടെ. എല്ലാ മാറാവ്യാധി രോഗങ്ങളും ഉണ്ടാവും, തരാതിരിക്കട്ടെ. തന്ന രോഗമുള്ള ഷിപ്പാക്കട്ടെ. വീടും കൂടി ഇല്ലാത്തവർക്കൊക്കെ വീടും കൂടിയൊക്കെ ആവട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് മക്കളാവട്ടെ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം അങ്ങനെ ഒരു 5-6 തക്കാളി എടുത്ത് അതൊക്കെ പുള്ളും നമ്മളിതിൽ അരിഞ്ഞിട്ട് അതിൻ്റെ പുളി കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് വരുള്ളൂ. നമ്മൾ വിചാരിക്കേണ്ട ഓവർ വർത്താനം പറയാനോ തള്ളായി വിചാരിക്കേണ്ട. പിന്നെ ഇതൊക്കെ അതിൽ മല്ലിപ്പൊടി എടുത്തില്ല കേട്ടോ. മുളക്, മഞ്ഞൾ, പെരിഞ്ജീരകം, ഏലക്കായ്, കറുവപ്പട്ട, കറാമ്പൂവ്, ഉപ്പ് ഇട്ടാ ഉണ്ടാ. ഉപ്പ് വരെ അതിൻ്റെ അടിയിലുണ്ട്. ഉപ്പ് ഉണ്ടാ, ഉപ്പ് ഇതെല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ, നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാൻ മറന്നതാണ് കേട്ടോ. ചെറിയ കഷ്ണം ഉള്ളി ഇട്ടാൽ മതി. ഒരുപാട് വലിയ ഉള്ളി അരിഞ്ഞിട്ടാൽ കൂട്ടാനും മതിരിക്കും. അപ്പോൾ നമുക്ക് ഈ വരട്ടി വെക്കണ ആണെങ്കിൽ തോന ഉള്ളി വേണം കേട്ടോ. അതിലും കഴിയുന്നത് കുറയ്ക്കണ നല്ലത്. നമ്മൾ ഈ ഉള്ളി ആക്കിണ്ടാകും കൂട്ടാനൊരു മതിരിക്കലാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മളിതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്തിനാ നമുക്ക് ഇല്ല അത് ഞങ്ങൾ അടുപ്പിലേക്ക് ഇടാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോയി ചോർത്തുനിന്ന് പെറുക്കിയിട്ട് കൊണ്ടുപോയാൽ ചീട്ടേ ഇല്ല. നോക്കിക്കാലേ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാത്തുണ്ടെങ്കിൽ ഇതിലിട്ടുകൊണ്ട് നമുക്കിത് നല്ലോണം ഇങ്ങനെ വേവിക്കാണ്. ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. കുറച്ച് പറയാൻ മറന്നതാണ്, ഉലുവൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കുക. ഇല്ലാത്ത അടി ഉണ്ടാക്കി കൊണ്ടുവരും. അല്ല നല്ലോണം കുഴച്ച് കൂടുതൽ മുളക് ഇട്ടില്ല കേട്ടോ. അവർക്കൊന്നും അത്ര മുളക് ഇഷ്ടപ്പെടലുണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ മുളക് കൊടുക്കാണ്ട് ഇതാക്കിയിട്ട് മോനും മോളൊക്കെ വരുന്നുണ്ടല്ലോ, നിൽക്കണല്ലോ. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ എരിവ് കുറച്ചിട്ടിടണം. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കാനാണ്. എൻ്റെ കറി അറിയാലോ, നെയ്ച്ചോറിലേക്കുള്ള കറി അല്ലാണ്ട് കുറുങ്ങനെ ഞാൻ വെക്കൂല. ബിസ്മില്ലാഹിർ തീ കത്തിച്ചിങ്ങനെ ഇനി മൂടിയിട്ട് കൊടുക്കട്ടെ, വേവട്ടെ. അതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ കോഴി മുളക് ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരമായി കേട്ടോ. മൂന്നാറിങ്ങനെ നീര് ഒഴിക്കുമല്ലോ, അപ്പോൾ ആ നീരാട്ടോ ഒഴിച്ചു കൊടുത്ത്. നിങ്ങൾ വിചാരിക്കേണ്ടത് ചോരവെള്ളമൊന്നുമല്ല, നീര് ഒഴിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ കിടന്നുകൊണ്ട് വേവട്ടെ. നമ്മൾ ഇറച്ചിക്കറി ഇവിടെ കിടന്നിങ്ങനെ വേവട്ടെ. തിളച്ചിട്ടില്ല. നേരിയ തീയിൽ വെച്ച് നല്ലോണം ഒന്ന് വേവണം. പെട്ടെന്ന് കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇതൊന്ന് വേവട്ടെ കേട്ടോ. അങ്ങനെ മക്കളെ, നമ്മളിവിടെ കറണ്ട് പോയി. കുറച്ച് ഇരുട്ടായിട്ടാണ് കാണുന്നത്. നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. പറയും പോലെ കുത്തടാ. വെളിച്ചം വന്നു. നമ്മളെവിടെ വെളിച്ചം വന്നു. ഇതാ ഇത് പൊരിഞ്ഞും കൊണ്ടേ ഇരിക്കുന്നു. ചെറുപ്പത്തിൽ നിന്ന് ഇതാ വെന്തും കൊണ്ടേ ഇരിക്കുന്നു.
അടിപൊളി 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 മക്കളെ. കൂടെ പോവാനുണ്ട്, പോവട്ടെ. ഇതൊന്നും കൂടെ വേവാനുണ്ട്. അങ്ങനെ കറിയും പൊരിച്ചതും റെഡി ആയി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കണം. നമുക്കിനി ഇതിലേക്ക് ലേശം വറ്റൽ മുളക് ഇടണം. വറ്റൽ മുളക് കണ്ടില്ലേ? ഒരു ലേശം ഒരു ടേസ്റ്റിന് അതിടുക. എന്നിട്ട് ഒന്ന് ലേശത അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തെന്നറിയത്? വെളുത്തുള്ളി പേസ്റ്റ് അവിടെ ഇടുക. വറ്റൽ മുളക് ഇടുക. അവിടെ ഒന്നിങ്ങനെ ചായയുടെ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ഇടാം. ഇനി വെളുത്തുള്ളി ഇതിലിടാം. അപ്പോൾ വറ്റൽമുളകും വെളുത്തുള്ളിയും റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലിടാം. ഇപ്പം അത് ആയി. ഇതാ ഞാൻ രസം മല്ലി ഇല ഇടാൻ പോകുന്നു. കറിയൊക്കെ റെഡി ആയിട്ടോ. തൂമ്പ് നുള്ളിയെടുത്തതാണ്. ഇപ്പം നമ്മുടെ കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.